ഷാബു പ്രസാദ്, ഇപ്പോൾ നമ്മളിപ്പോൾ ടാക്സിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. നേരത്തെ ഇവിടെ ശ്രീ പി സന്തോഷ് കുമാർ ഉന്നയിച്ച വളരെ മൗലികമായൊരു പ്രശ്നം, ഇപ്പോൾ കാർഷിക മേഖല എടുക്കൂ. ഇപ്പോൾ കാർഷിക മേഖലയെ സംബന്ധിച്ച് 100 പ്രൊഡക്ടിവിറ്റി കുറഞ്ഞ ജില്ലകൾക്ക് വേണ്ടി പ്രധാനമന്ത്രി ധൻ ധ്യാൻ യോജന ഒക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് 50% സർക്കാരുകൾ, സംസ്ഥാന സർക്കാരുകൾ വഹിക്കുകയും വേണം. നോക്കൂ, ഇതിലെ പ്രധാനമന്ത്രിയുടെ തന്നെ ഏറ്റവും വലിയൊരു പ്രോമിസ് കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കുമെന്നുള്ളതായിരുന്നു. അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 2022 ആകുമ്പോൾ ഇന്ത്യയിലെ കർഷകരുടെ വരുമാനം ഇരട്ടിയാകുമെന്ന് പ്രഖ്യാപിച്ചതാണ്. എൻ്റെ സർക്കാർ ഇരട്ടിയാക്കുമെന്ന് പ്രഖ്യാപിച്ചതാണ്. ഡേറ്റ സൂചിപ്പിക്കുന്നത് അത്രയും വർഷം കൊണ്ട്, 8 വർഷം കൊണ്ട് 2022 ആയപ്പോൾ കർഷകരുടെ വരുമാനം ഇരട്ടിയായില്ലെന്ന് മാത്രമല്ല, വളരെ നോമിനലായ 10% വർധനവ് മാത്രമാണ് കർഷകരുടെ വരുമാനത്തിന് ഉണ്ടായത് എന്നുള്ളതാണ്. നോക്കൂ, നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമ്പോൾ ലോക സമ്പന്നന്മാരുടെ പട്ടികയിൽ 680 സ്ഥാനത്തായിരുന്നു ഗൗതം അദാനി. ഹിൻഡൻബർഗ് റിപ്പോർട്ട് വരുന്നതിന് തൊട്ടു മുമ്പ് അത് 2ാം സ്ഥാനത്തെത്തി. അപ്പോൾ 680 നിന്ന് 2ാം സ്ഥാനത്തേക്ക് എത്താൻ ഗൗതം അദാനിക്ക് കഴിഞ്ഞു. പക്ഷേ കർഷകരുടെ വരുമാനം ഇരട്ടിയാക്കാൻ ഇന്ത്യൻ കർഷകന് കഴിഞ്ഞുമില്ല. ഇതൊക്കെ ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ പ്രശ്നമാകാം. ജനങ്ങളോട്, ഏറ്റവും അടിസ്ഥാന ജനവിഭാഗങ്ങളോട് അന്നദാതാക്കൾ എന്ന് വിളിക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് വേണ്ടി എന്തു ചെയ്തു, അതിന്റെ ഔട്ട്പുട്ട് എന്താണെന്നുള്ള മൗലികമായ പ്രശ്നം അവിടെ ബാക്കി നിൽക്കുന്നുണ്ടല്ലോ. അഭിലാഷ്, ഈ പറയുന്ന സമയത്ത് നിങ്ങളുടെ തന്നെ ചാനലിൽ വരുന്ന ആ ഒരു സ്ക്രോൾ ന്യൂസ് ഇങ്ങനെ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് അതിന്റെ പരിധി 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമാക്കി. 3 ലക്ഷത്തിൽ ക്രെഡിറ്റ് കാർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകൾക്ക് കിസാനിന് വായ്പ എടുക്കാൻ പറ്റുന്ന സംഭവം ആണ് ആ സംഭവം. ഞാൻ ചോദിക്കുന്നത് അവരുടെ വരുമാനം ഇരട്ടിയാക്കാത്തത് എന്താണെന്നാണ്. അത് തന്നെയാണ് പറയുന്നത്. വരുമാനം ഇരട്ടിയാകണമെങ്കിൽ, വരുമാനം കൂടണമെങ്കിൽ എന്താണ് ചെയ്യുന്നത്? കൂടുതൽ കൃഷി ചെയ്യേണ്ടി വരും, കൂടുതൽ കൃഷി ഇറക്കണം. ആ കൃഷിക്ക് ആനുകൂല്യമായ, അതിനെ സഹായിക്കുന്ന ഘടകങ്ങൾ ഇവിടെ ഉണ്ടാവണം. കൃഷി ചെയ്യണമെങ്കിൽ അതിന് അവരുടെ കയ്യിൽ ആവശ്യത്തിന് പണം വേണം, ഇവിടെ വളലഭ്യത വേണം, വളത്തിൻ്റെയും സബ്സിഡി കൂട്ടണം. ഇപ്പോൾ പുതിയ യൂറിയ പ്ലാന്റിൻ്റെ കാര്യവും ഈ ബജറ്റിൽ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പല ഘടകങ്ങൾ ഒത്തുചേരുമ്പോഴാണ് ഒരു കർഷകരുടെ വരുമാനത്തിനെ അത് ബാധിക്കുന്നതും വരുമാനം അവിടെ കൂടുകയും ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഘടകം മാത്രമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ കിസാൻ ക്രെഡിറ്റ് കാർഡിൻ്റെ കാര്യം പറഞ്ഞത്. 3 ലക്ഷത്തിൽ നിന്ന് 7 ലക്ഷമാക്കി എന്ന് പറയുന്നത്. അതേപോലെ ഉദാരമായ വായ്പാ പദ്ധതികൾ, അവർക്ക് കയ്യിൽ പണം വേണ്ടെന്ന്. കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ പണം വേണം. ആ പണം ലഭ്യത ഇവിടെ ഈ വഴിക്ക് ഒരു വഴിക്ക് ഇവിടെ സംഭവിക്കുന്നുണ്ട്. പിന്നെ കർഷകരുടെ വരുമാനം 2022 ആകുമ്പോഴേക്ക് ഇരട്ടിയാക്കും എന്ന രീതിയിലുള്ള ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ അത് നടന്നില്ല. കാര്യം അതിലേക്കുള്ള ഒരുപാട് പ്രവർത്തനം അതിനിടയ്ക്ക് ഇവിടെ കർഷക സമരം എന്ന് പറഞ്ഞുകൊണ്ട് വന്നു. അന്ന് വന്ന ആ കർഷക ബില്ല് എന്ന് പറയുന്നത് നടപ്പായിരുന്നെങ്കിൽ കർഷകരുടെ വരുമാനത്തിൽ വലിയ തോതിലുള്ള ഒരു മാറ്റം ഉണ്ടാകുമായിരുന്നു. ആ കാഴ്ചപ്പാടോടുകൂടിയാണ് അവതരിപ്പിച്ചത്. കാര്യം കർഷകന് ഇടനിലക്കാരില്ലാതെ ഇന്ത്യയിൽ എവിടെയും അവൻ്റെ ഉൽപ്പന്നം നേരിട്ട് വിൽക്കാനും, കർഷകന് കിട്ടേണ്ട പണം ഇടത്തരക്കാരിലേക്ക് പോകാതെ അവൻ്റെ അക്കൗണ്ടിലേക്ക് അവന് നേരിട്ട് കിട്ടുന്ന രീതിയിലുള്ള വളരെ വിപ്ലവാത്മകമായ ഒരു നിയമമായിരുന്നു അത്. അതിനിടയ്ക്ക് കോവിഡ് ഈ രാജ്യത്ത് വന്നു. കോവിഡ് വന്നത് ഏതെല്ലാം മേഖലയെ എങ്ങനെയെല്ലാം എഫക്റ്റ് ചെയ്തു നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് പല കാര്യങ്ങളും ആ പ്രഖ്യാപിച്ച സമയത്തിനുള്ളിൽ, ടൈം ലൈനിനുള്ളിൽ നടന്നിട്ടില്ല, ഡിലേ ആയിട്ടുണ്ട്. പക്ഷേ അതിലേക്ക് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു കാലത്ത് കർഷകരുടെ വരുമാനം ഇരട്ടിയാവും എന്നുള്ളതാണ് പ്രതീക്ഷ. എന്തായാലും കർഷകരുടെ തന്നെ സമരത്തിന്റെ ഫലമായിട്ടാണ് കർഷക നിയമം പിൻവലിക്കേണ്ടി വന്നത്. അങ്ങനെ വല്ലാത്ത യൂട്ടേണുകൾ അധികം ഉണ്ടായിട്ടില്ല. പക്ഷേ യൂട്ടേൺ എടുക്കേണ്ടി വന്നൊരു സന്ദർഭം കർഷകർ ആമുഖത്തിൽ പറയുന്നുണ്ടായിരുന്നു. കർഷകർ ഏറ്റവും പ്രധാനപ്പെട്ട സെക്ടറായി കാർഷിക മേഖലയെ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ബജറ്റ് മുന്നോട്ട് പോകുന്നത്. എല്ലാ ബജറ്റും അങ്ങനെ തന്നെയാണ്. പക്ഷേ അത്രത്തോളം പദ്ധതികളൊക്കെ വന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട്. ഇപ്പോൾ കാർഷിക കടം എഴുതണം, വളരെ സുപ്രധാനമായ ആവശ്യം പല സ്റ്റേറ്റുകളിൽ നിന്ന് ഉയരുന്നതാണ്. അക്കാര്യത്തിൽ തീരുമാനമുണ്ടായോ? അതുപോലെ വലിയ ആനുകൂല്യങ്ങൾ കർഷകർക്ക് വേണ്ടി പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ടോ? അതൊന്നും ഒറ്റ നോട്ടത്തിൽ നോക്കും. കിസാൻ സമ്മാൻ നിധി 2019 ബജറ്റിൽ പ്രഖ്യാപിച്ചതാണ് 6000 രൂപയാണ്. ഇപ്പോഴും കിസാൻ സമ്മാൻ നിധി 6000 രൂപയാണ്. കാർഷിക കടാശ്വാസം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ഇലക്ഷൻ പ്രോമിസ് ആയിരുന്നു. ഒരു വർഷം കഴിഞ്ഞു, എന്തായാലും BJP കർഷകരുടെ കടം എഴുതിത്തള്ളുന്നതിന് തയ്യാറാവുന്നില്ല. ഈ രാജ്യത്ത് 4 ജാതിയേ ഉള്ളൂ എന്ന് പ്രധാനമന്ത്രി പ്രസംഗിച്ചിട്ടുണ്ട്, ആവർത്തിച്ച് പ്രസംഗിക്കാറുണ്ട്. അതിൽ ഒന്ന് ഗരീബ്, മഹിള, യുവ, കഴിഞ്ഞാൽ പിന്നെയുള്ളത് അന്നദാതയാണ്. അന്നദാത എന്ന് പറഞ്ഞാൽ അന്നദാതാക്കളായ കർഷകർ. ആ കർഷകർക്ക് വേണ്ടി എന്ത് ഡെലിവർ ചെയ്തു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്.